പത്തനംതിട്ട മിഴുവേലിയിൽ നവജാത ശിശു മരിച്ച സംഭവം കൊലപാതകം. കരഞ്ഞ കുഞ്ഞിന്റെ വായ പൊത്തിപ്പിടിച്ചു എന്ന അമ്മയായ യുവതിയുടെ മൊഴി. ഗർഭിണിയായത് കാമുകനിൽ നിന്ന്. കുഞ്ഞിന്റെ മൃതശരീരം ചേമ്പിലയിൽ പൊതിഞ്ഞ് അയൽവീടിന്റെ പരിസരത്ത് വച്ചെന്നും യുവതി. ശ്രീരാജ് ബാബുവാണ് ചേരുന്നത്. ശ്രീരാജ്, ഏറെ ഞെട്ടലുണ്ടാക്കുന്ന മൊഴികളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ? തീർച്ചയായും അരുണ്യ, അങ്ങനെ തന്നെയാണ്. ഇന്ന് വൈകിട്ടോടെയായിരുന്നു ഇത്തരത്തിലൊരു കൊലപാതകം നടന്ന വിവരം അറിയുന്നത്. അതായത് ഈ പെൺകുട്ടി 20 വയസ്സുകാരി അവിവാഹിതയാണ്. പെൺകുട്ടി കുടുംബാംഗങ്ങളോടൊപ്പം ചെങ്ങന്നൂരുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ രക്തസ്രാവത്തോടെ ചികിത്സയ്ക്ക് എത്തുന്നു. തുടർന്ന് പരിശോധന നടത്തിയ ഡോക്ടർമാർക്കാണ് ആദ്യം സംശയം തോന്നിയത് പെൺകുട്ടി പ്രസവിച്ചിട്ടുണ്ട്. അങ്ങനെ പോലീസിൽ, ഇലവന്തിട്ട പോലീസിൽ വിവരം അറിയിക്കുന്നു. തുടർന്ന് പോലീസ് ഈ പെൺകുട്ടിയുടെ വീടും പരിസരത്തും നടത്തിയ പരിശോധനയിലാണ് ചേമ്പിലിൽ പൊതിഞ്ഞ രീതിയിൽ തൊട്ടടുത്ത വീട്ടിലെ, ഈ പെൺകുട്ടിയുടെ തൊട്ടടുത്ത വീട്ടിലെ പറമ്പിൽ ഇത്തരത്തിൽ കുഞ്ഞിന്റെ മൃതദേഹം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. അങ്ങനെയാണ് പോലീസിന് ഇത്തരത്തിൽ കുഞ്ഞിന്റെ മൃതദേഹം ഇത്തരത്തിൽ ചേമ്പിലിൽ പൊതിഞ്ഞ രീതിയിലായിരുന്നു പോലീസ് കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് എത്തി ഈ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. തുടർന്ന് പെൺകുട്ടി അപ്പോഴും ആശുപത്രിയിൽ, ഈ സ്വകാര്യ ആശുപത്രിയിൽ, ചെങ്ങന്നൂരുള്ള ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നീട് പോലീസ് ഈ പെൺകുട്ടിയെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്ത ശേഷമാണ് ഇത്തരത്തിലുള്ള മൊഴികൾ പോലീസിന് ലഭിച്ചത്. അതായത് ഈ പെൺകുട്ടി ഗർഭിണിയാണ് എന്ന വിവരം കുടുംബാംഗങ്ങളെ അടക്കം അറിയിച്ചിരുന്നില്ല, മറച്ചു വെക്കുകയായിരുന്നു. തുടർന്ന് ഇന്ന് പുലർച്ചെ 4 മണിയോടെ ഈ പെൺകുട്ടി പ്രസവിച്ച ശേഷം ഈ കുഞ്ഞ് കരഞ്ഞപ്പോൾ വാ പൊത്തിപ്പിടിച്ചു. അങ്ങനെ വാ പൊത്തിപ്പിടിച്ചതാണ് മരണത്തിന് കാരണമായത് എന്നാണ് പോലീസ് നിലവിൽ മനസ്സിലാക്കുന്നത്. പ്രാഥമികമായി അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. തുടർന്ന് പെൺകുട്ടി ഈ വാ പൊത്തിപ്പിടിക്കുകയും പിന്നീട് കുഞ്ഞിനെ അനക്കമില്ലാതെ വരികയും ചെയ്തതോടെ തൊട്ടടുത്ത വീട്ടിൽ, ബന്ധുവിന്റെ വീട് തന്നെയാണ്, വീട്ടിന്റെ പറമ്പിൽ. പത്തനംതിട്ടയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിലാണ് ഞെട്ടിക്കുന്ന മൊഴികൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ശ്രീരാജ് ബാബു, പത്തനംതിട്ടയിൽ.